നമ്മളുടെ മുഖ്യമന്ത്രി നുണയനാണോ? ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. മുഖ്യമന്ത്രി ആകും മുന്നേ നുണേശൻ എന്ന പേജ് സൈബർ ഇടതുപക്ഷം ഉണ്ടാക്കുകയും ഓരോ പേജും സൈബർ വലതുപക്ഷം പൂട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സതീശൻ പറഞ്ഞ നുണകളെ തുറന്നു കാണിച്ചെങ്കിലും അതൊക്കെയും ഇടതുപക്ഷക്കാർക്കിടയിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കറങ്ങിയതല്ലാതെ പൊതുജനം കണ്ടില്ല. കണ്ടവർ തന്നെ അത് കണ്ടില്ലെന്ന് നടിച്ചു. ഒടുവിൽ നുണകളൊക്കെയും നുണകളായി അവശേഷിക്കുമ്പോൾ തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. വെറുതെ മുഖ്യമന്ത്രി ആയതല്ല, മഹാഭൂരിപക്ഷം നേടി അധികാരം തിരികെ പിടിച്ചു. കൂടെ നിൽക്കുന്ന എം.എൽ.എമാരുടെ എണ്ണം 2 അക്കം കടക്കാൻ പോലും കഴിയാതിരുന്നിട്ടും സതീശൻ മുഖ്യമന്ത്രിയായി. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നുണയനാണോ? ദാ ഈ ദൃശ്യം ഒന്ന് കണ്ടു നോക്ക്. വെറും 16 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ. കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ തൽക്കാലത്തേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക. നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നുണ പറയുന്ന ആളാണോ? പാർട്ടി കമ്മിറ്റിയിലല്ല, പൊതുസമ്മേളനത്തിലുമല്ല, കേരളത്തിൻ്റെ നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇമാതിരി വർത്തമാനം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സഭയിൽ നടന്ന സംഭവമാണ്. സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി നിറഞ്ഞോടുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരിക്കൽ കൂടി ഈ വീഡിയോ തൽക്കാലത്തേക്ക് പോസ്റ്റ് ചെയ്ത് വെക്കുക. ഒന്നുകൂടൊന്ന് കാര്യമായി ചിന്തിക്കുക. കേരള നിയമസഭയ്ക്കുള്ളിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടും ഇതുവരെ വി.ഡി. സതീശനെതിരെ എന്തെങ്കിലും തരത്തിൽ കാര്യമായ വാർത്ത വന്നോ? നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക. സതീശന് പകരം പിണറായി വിജയനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന്. എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുകിൽ? മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള കുട്ടനാട് നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റജി ചെറിയാൻ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറഞ്ഞതാണ് പ്രേക്ഷകർ കണ്ട വീഡിയോ. മൂലം വള്ളംകളിക്ക് കുട്ടനാടിന് പ്രാദേശിക അവധി നൽകണമെന്നായിരുന്നു എം.എൽ.എയുടെ ആവശ്യം. എന്നാൽ മുഖ്യമന്ത്രി എന്ന പദവിയുടെ ഗരിമ ഒട്ടും ചോരാതെ എഴുന്നേറ്റ് നിന്ന് എഴുതി തയ്യാറാക്കിയ മറുപടി നോക്കി ഇങ്ങനെ വായിച്ചു: മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കും. ഇത്രയും പറഞ്ഞ ശേഷം സതീശൻ സീറ്റിലിരുന്നു. എന്നാൽ ഇരുന്ന ശേഷം അടുത്തിരിക്കുന്ന മന്ത്രിയോട് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്ന് പറയുകയായിരുന്നു. കോന്നി എം.എൽ.എയും CPM നേതാവുമായ KU ജനീഷ് കുമാറാണ് ഈ വിവാദ വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോയ്ക്കൊപ്പം ജനീഷിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇത്രയേ ഉള്ളൂ വി.ഡി. സതീശൻ്റെ വിശ്വാസ്യത. ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ചോദ്യത്തിന് എഴുതി തയ്യാറാക്കിയ മറുപടി. ശേഷം പുറത്തു വരുന്നത് മനസ്സിലിരിപ്പ്. 2 മാസം മുന്നേ ആയിരുന്നുവെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ മാധ്യമങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് കണക്കാക്കാനേ കഴിയില്ല. മുഖ്യമന്ത്രി ആയിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോന്നിയിലെത്തിയ പിണറായി വിജയൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പിണറായി മറുപടിയും നൽകി. പത്തനംതിട്ടയിലെ മാധ്യമ സംഘം ചോദ്യകർത്താവിനെ തേടി അലഞ്ഞു. ഒടുവിൽ കണ്ടെത്തി. ആവർത്തിച്ച് ചോദിച്ചു. എന്നിട്ടും ആ മനുഷ്യൻ പിണറായി വിജയൻ എന്ന തൻ്റെ പാർട്ടി നേതാവിനെ തള്ളിപ്പറഞ്ഞില്ല. തൻ്റെ നേതാവ് പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിച്ച് താനാണ് തെറ്റുകാരനെന്ന് ആ മനുഷ്യൻ പിന്നെയും പറഞ്ഞു. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ വിട്ടോ? എത്ര ദിവസമാണ് അവർ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പിണറായി വിജയനെ വിചാരണ ചെയ്തത്? മുണ്ടയിൽ കോരൻ്റെ മകൻ പിണറായി വിജയൻ പിന്നെയും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രാഷ്ട്രീയാന്ധത ബാധിച്ച കള്ളക്കൂട്ടമായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അധപ്പതിച്ച കാലമായിരുന്നു അത്. അത്ര ദൂരെയൊന്നുമല്ല കേട്ടോ, 1-2 മാസം മുമ്പത്തെ കഥ മാത്രമാണിത്. ഇനി റജി ചെറിയാൻ എന്ന ഭരണപക്ഷ MLA മുഖ്യമന്ത്രി അപമാനിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ട്
ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ നല്ല നിലയ്ക്ക് ട്രോൾ ഐറ്റമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യധാരയുടെ ഓൺലൈൻ എഡിഷൻ്റെ ഓരം പറ്റി ഈ വാർത്ത മുങ്ങിക്കിടപ്പുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ വാർത്താ ചാനലുകളിലേക്ക് ഒന്ന് നോക്കിക്കേ, എവിടെയെങ്കിലും വാർത്തയുണ്ടോ? ചിലപ്പോൾ ഒന്നോ രണ്ടോ ബുള്ളറ്റിനുകളിൽ വാർത്ത വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്നത് പോലെയൊരു ആഞ്ഞടി ഇവിടെ ദൃശ്യമാണോ? ഇല്ല എന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം. കാരണം പിണറായി വിജയനല്ല, മേനോൻ സതീശനാണ് സഭാംഗത്തോട് ഇപ്പറഞ്ഞ വൃത്തികേട് കാട്ടിയത്. അതുകൊണ്ട് തന്നെ പകൽ ചർച്ചയോ അന്തിച്ചർച്ചയോ തുടങ്ങി ഒരു മണ്ണാങ്കട്ടയും ഉണ്ടാകില്ല. ഇക്കൂട്ടത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കൂടി ഒന്ന് പരിശോധിച്ചു പോകേണ്ടത് അനിവാര്യമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും നിയമസഭാ TV കണ്ടവർക്കറിയാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം നിയമസഭാ TVയിൽ നിന്നും നീക്കം ചെയ്യുന്ന അത്യസാധാരണമായ നടപടി പോലും ഉണ്ടായി. 3 വിഷയങ്ങളിലാണ് സതീശൻ സർക്കാർ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ VD സതീശൻ അടിമുടിപ്പെട്ടിരിക്കുന്നത്. 1. PM ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനം. 2. വീര്യം കുറഞ്ഞ മദ്യത്തിന് വലിയ തോതിൽ നികുതി ഇളവ് നൽകിയത്. 3. സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ കടത്താനുള്ള അനുമതി. ഇതിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ സതീശനോട് സമരസപ്പെടാത്ത കാഴ്ചയാണുള്ളത്. മുതിർന്ന നേതാവ് VM സുധീരൻ ഇന്നും സതീശനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ മുതൽ TN പ്രതാപൻ വരെ കോൺഗ്രസിൽ വലിയൊരു വിഭാഗം VD സതീശനെതിരെ ഇതിനകം രംഗത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. കോൺഗ്രസിലെ MLA മാരുടെ പൂർണ്ണ പിന്തുണയുള്ള മുഖ്യമന്ത്രിയല്ല VD സതീശൻ. ഇപ്പോഴും MLA മാർ KC വേണുഗോപാലിനൊപ്പമാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന ഒരാൾ എന്ന പ്രതിച്ഛായ ഇതിനകം നേടിയെടുക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം പ്രകടമായിരുന്നു. അതായത് മന്ത്രിമാർ പോലും കൂടെ ഇല്ലാതിരുന്നിട്ടും ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സതീശന് ഊർജം പകരുന്നത് ആരായിരിക്കും? ഒരല്പം ദുരൂഹത കലർന്ന ചോദ്യമാണിത്. ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം ലഭിക്കാതിരിക്കില്ല. VD സതീശന് അനിതര സാധാരണമായ ഒരു ഗുണമുണ്ട്. ഏത് കള്ളവും പമ്പര വിഡ്ഢിത്തവും ആത്യന്തിക സത്യമെന്ന് തോന്നിപ്പിക്കും വിധം അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതിൻ്റെ പ്രയോക്താക്കളാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും. അവർ സതീശന് വേണ്ടി എന്തും ചെയ്യും. ആ ആത്മവിശ്വാസം സതീശന് വേണ്ടുവോളമുണ്ട്. ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, മനോരമ, മാതൃഭൂമി തുടങ്ങിയ മുൻനിര മാധ്യമങ്ങൾ മുതൽ മീഡിയ 1 വരെ സതീശന് വേണ്ടി കയ്യും മെയ്യും മറന്ന് പണിയെടുക്കുന്നവരാണ്. പക്ഷേ മീഡിയ 1 ഇപ്പോൾ അത്രയ്ക്കങ്ങോട്ട് സതീശൻ പക്ഷപാതിത്വം കാണിക്കുന്നില്ല. കാരണം അവർക്ക് സതീശിൻ്റെ സംഘപരിവാർ വിധേയത്വത്തിൽ സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനി അവതാരകർക്കൊപ്പം ചർച്ചയ്ക്കിരിക്കുന്ന മറ്റവതാരങ്ങളെ എടുത്തു നോക്കൂ. കാരശ്ശേരിക്കോ ചെക്കുട്ടിക്കോ ജോസഫ് C മാത്യുവിനോ ജയശങ്കർ വക്കീലിനോ തുടങ്ങിയവർക്ക് ഈ ഭരണത്തെക്കുറിച്ച് പറയാൻ 100 നാക്കല്ലേ. പിണറായി വിരുദ്ധത എന്ന ഒറ്റ അച്ചുതണ്ടിൽ നിന്ന് കറങ്ങിത്തിരിയുന്ന പാഴ്ജന്മങ്ങൾ മാത്രമാണിവർ. അവർക്ക് എന്തു വിടുവായത്വവും പറയാം. അത് BJP ഇട്ടോടിക്കാൻ കോൺഗ്രസ് പ്രത്യേക IT സെൽ തുടങ്ങാൻ സാധ്യതയുമുണ്ട്. ഇനി സതീശനോട് എതിർപ്പുള്ള മറ്റുള്ള ആളുകൾ ആരൊക്കെയെന്ന് നോക്കി വരാം. മദ്യനയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ റോമൻ കത്തോലിക്ക, ലത്തീൻ കത്തോലിക്ക സഭാ നേതൃത്വങ്ങളെയാണ് ആദ്യം ഓർമ്മ വരിക. പിന്നെ ഓർത്തഡോക്സ്, യാക്കോബായ, CSI തുടങ്ങിയ സഭകളുടെ നേതൃത്വം. മുസ്ലിം സമുദായ നേതൃത്വത്തെ പരിശോധിച്ചാൽ പ്രധാനമായും EK സുന്നി വിഭാഗം, അടുത്തതായി AP സുന്നി വിഭാഗം, മുജാഹിദ് ഗ്രൂപ്പുകൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവർക്കും മദ്യനയത്തിൽ സർക്കാരിനെ എതിർക്കാതിരിക്കാൻ കഴിയില്ല. ഇവരൊക്കെ സതീശനെ എങ്ങനെ ഡീല് ചെയ്യുന്നു, സതീശൻ ഇവരെയൊക്കെ എങ്ങനെ ഡീല് ചെയ്യുന്നു എന്നതൊക്കെയാണ് വരും ദിവസങ്ങളിലെ പ്രധാന കാഴ്ചകൾ. എന്തായാലും നിയമനിർമ്മാണ സഭയ്ക്കകത്ത് പോലും സത്യം പറയാൻ മടിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനെ വെളുപ്പിക്കാൻ മാധ്യമങ്ങളുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് എന്തും ചെയ്യാം, എന്തും പറയാം. പൊതുബോധം സതീശൻ അനുകൂലമാക്കാൻ അവർ കൈമെയ് മറന്നു പണിയെടുക്കും. പക്ഷേ 35 എന്ന അംഗസംഖ്യ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനശേഷിക്ക് ഒട്ടും കുറവ് വരുത്തുന്നില്ല എന്നുകൂടി സതീശന് ബോധ്യപ്പെട്ട ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ കൈക്കൊണ്ട നിലപാട് സതീശൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷേ അതൊന്നും
മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഏകദേശം 20 മിനിറ്റോളം വരുന്ന പിണറായി വിജയൻ്റെ സഭാപ്രസംഗം കേട്ടിരിക്കേണ്ട ഒന്നാണ്. ബഹളം വെച്ചവർ പോലും അടങ്ങിയിരുന്ന് കേൾക്കേണ്ടി വന്ന പ്രസംഗം. അതുകൊണ്ട് ആരെയൊക്കെ വീഴ്ത്തിയാലും പിണറായിയെ വീഴ്ത്താൻ സതീശൻ ഇനിയും അടവുകൾ ഏറെ പഠിക്കേണ്ടി വരും. എന്നാലും പിണറായിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സതീശന് കഴിയാതെ വരും. ന്യൂസ് ലാബ് കണക്കാക്കുന്നത് 5 വർഷം പൂർത്തിയാകാതെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ മാറുമോ എന്നതാണ്. ആദ്യ മാസം തന്നെ ഇത്രമാത്രം എതിർപ്പും വലിയ അഴിമതി ആരോപണവും നേരിട്ട മറ്റൊരു സർക്കാരും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാളെ ഒരിക്കൽ കെ.സി. വേണുഗോപാലോ അല്ലെങ്കിൽ മറ്റൊരാളോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ സതീശന് വേണ്ടി എങ്ങനെ നിലകൊള്ളുന്നു എന്നതിന് മികച്ച ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ലാബ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ചർച്ച ചെയ്ത കാര്യമാണ് ഞാൻ പറയട്ടെ. അല്ല, അത് എനിക്കറിയാമെന്നോ ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയുന്നത് ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിക്കലേ സുനിൽ, എനിക്ക് പോയിന്റ് കിട്ടുന്നില്ല. ഇതിങ്ങനെ ശരിയല്ല. ഒരാൾ പോയിന്റ് മുന്നോട്ട് വെക്കാൻ നിൽക്കുമ്പോൾ അതിനിടെ കൂടി പറഞ്ഞാൽ എങ്ങനെയാണ്? കണ്ടിന്യൂറ്റി നഷ്ടപ്പെടില്ലേ? ഞാൻ സുനിലിനെ ഇടപെട്ടില്ലല്ലോ. എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ സുനിൽ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ. ഇത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം ഒരു അഭിപ്രായമാണ്, എനിക്ക് മറ്റൊരു അഭിപ്രായമാണ്. എനിക്ക് എന്നെ പറയാൻ ന്യൂസ് ലാബിന്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.